Welcome to class number 19, Classical Mechanics, Poisson bracket. Poisson bracket. So today we see the topic of Poisson bracket from paper Classical Mechanics. Classical Mechanics. Poisson bracket. Let us see what is the meaning of Poisson bracket. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് പോയിസൺ ബ്രാക്കറ്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അതിൻ്റെ പ്രോബ്ലം അടുത്ത ക്ലാസ്സിലാണ് ചെയ്യുന്നത്. ഇന്ന് എന്താണ് ഈ പോയിസൺ ബ്രാക്കറ്റ്, അതിൻ്റെ അത്യാവശ്യം പ്രത്യേകത ഇവിടെ പറയുന്നതാണ്. Poisson bracket and its properties. So you see what is Poisson bracket. Poisson brackets are a mathematical operation used in classical mechanics to describe the relationship between dynamical variables. They are fundamental for understanding the structure of classical mechanics. Poisson brackets are a mathematical operation used in classical mechanics. Classical mechanics നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷനാണ് ഈ പോയിസൺ ബ്രാക്കറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഡിസ്ക്രൈബ്സ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡൈനാമിക്കൽ വേരിയബിൾസ്. ഡൈനാമിക്കൽ വേരിയബിൾസ് തമ്മിലുള്ള ബന്ധം, റിലേഷൻ ഇത് ഡിസ്കസ് ചെയ്യും. ഡൈനാമിക്കൽ വേരിയബിൾ എന്ന് പറഞ്ഞാൽ മൊമെൻറ്റം, കൈനറ്റിക് എനർജി, ഡിസ്പ്ലേസ്മെൻറ്റ് പോലെയുള്ള ക്വാണ്ടിറ്റി ആയിട്ടുള്ള റിലേഷൻ ഡിസ്കസ് ചെയ്യുന്ന ഒരു പ്രത്യേക മാത്തമാറ്റിക്കൽ ഓപ്പറേഷനാണ് പോയിസൺ ബ്രാക്കറ്റ്. ദേ ആർ ഫണ്ടമെൻ്റൽ ഫോർ അണ്ടർസ്റ്റാൻഡിങ് ദ സ്ട്രക്ചർ ഓഫ് Hamiltonian mechanics. Hamiltonian mechanics is a part of classical mechanics. Hamiltonian mechanics and its connection to quantum mechanics. Hamiltonian mechanics ക്ലാസിക്കൽ മെക്കാനിക്സിലും അതുപോലെ ക്വാണ്ടം മെക്കാനിക്സിലും വളരെ പ്രധാനപ്പെട്ട ഒരു പോർഷനാണ് ഹാമിൽട്ടോണിയൻ മെക്കാനിക്സ്. Key properties of Poisson bracket include antisymmetry, bilinearity, the Jacobi identity, and a product rule which together define a Lie algebra. എന്താണ് ഈ പോയിസൺ ബ്രാക്കറ്റിൻ്റെ പ്രത്യേകത? അവയുടെ പ്രോപ്പർട്ടീസ് എന്തെല്ലാം? കീ പ്രോപ്പർട്ടീസ് ഇൻക്ലൂഡ് ആൻറ്റിസിമെട്രി, bilinearity, the Jacobi identity, and a product rule which together define a Lie algebra. അതിൻ്റെ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടികളെന്ന് പറയുന്നത് ആൻറ്റിസിമെട്രിയാണ്, ബൈലീനിയാരിറ്റി ഉണ്ട്, ജക്കോബി ഐഡൻറ്റിറ്റി ഉണ്ട്, പിന്നെ ഒരു പ്രോഡക്റ്റ് റൂളുണ്ട്. ഇവയെല്ലാം ഒരു ലൈ ആൾജിബ്ര ഡിഫൈൻ ചെയ്യും. എന്താണ് ലൈ ആൾജിബ്ര എന്ന് പറയുന്നത്? ആൾജിബ്ര നമുക്കറിയാം, അതിനകത്ത് ചില ഇക്വേഷൻസ് ഉണ്ട്. ആൾജിബ്രായിക് ഐഡൻറ്റിറ്റി പോലുള്ള ഇക്വേഷൻസ് ഉണ്ട്, a+b² പോലുള്ള ഇക്വേഷൻസ് ഉണ്ട്, a-b ഹോൾ സ്ക്വയർ, അതൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ലൈ ആൾജിബ്ര എന്ന് പറഞ്ഞാൽ ഇത് ആൾജിബ്ര തന്നെ, പക്ഷേ ഇതിൽ പ്രത്യേക റൂൾസാണ്. ഈ ഓർഡിനറി ആൾജിബ്രയിലുള്ള മൾട്ടിപ്ലിക്കേഷൻ, അതുപോലെ ഡിവിഷൻ പോലെയുള്ള ഫോർമുല മെത്തേഡ് ഇവിടെ വരുമ്പോൾ ഡിഫറൻ്റ് ആയിരിക്കും. അതുകൊണ്ട് ഇതിനെ ഇപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ഫോർമുലയൊക്കെ ഡിഫറൻ്റാണ്. അത്തരം ഒരു ആൾജിബ്രയെ വിളിക്കുന്ന പേരാണ് ലൈ ആൾജിബ്ര. അപ്പോൾ ലൈ ആൾജിബ്രയിൽ നമ്മൾ ഈ പോയിസൺ ബ്രാക്കറ്റ് ഉപയോഗിക്കാറുണ്ട്. കീ പ്രോപ്പർട്ടീസ് ഓഫ് പോയിസൺ ബ്രാക്കറ്റ് ഇൻക്ലൂഡ് ആൻറ്റിസിമെട്രി, ബൈലീനിയാരിറ്റി, ദ ജക്കോബി ഐഡൻറ്റിറ്റി, and a product rule which together define a Lie algebra. Now comes the definition of Poisson bracket. The Poisson bracket of two dynamical variables, f and g. രണ്ട് ഡൈനാമിക് വേരിയബിളിനെ നമ്മൾ എഫ് ആൻഡ് ജി എന്ന് പറയും. യൂഷ്വലി ക്യു ആൻഡ് പി, അതായത് ജനറലൈസ്ഡ് കോർഡിനേറ്റ്, ജനറലൈസ്ഡ് മൊമെൻറ്റ്, അവയെല്ലാം വേരിയബിളാണ്. ഇവിടെ നമ്മൾ പൊതുവായിട്ട് പറയുന്ന എഫ് ആൻഡ് ജി ആണ്. The Poisson bracket of two dynamical variables f and g denoted as Poisson bracket f, g. അത് വായിക്കുന്നത് Poisson bracket f, g എന്നാണ്. അതായത് ഈ രണ്ട് ഡൈനാമിക്കൽ വേരിയബിളും കോമയിട്ട് ഒരു ബ്രേസിൽ ഡബിൾ ബ്രാക്കറ്റിൽ നമ്മൾ എഴുതും. രണ്ട് ഡൈനാമിക്കൽ വേരിയബിളും ഒരു കോമയിട്ട് ഒരു ബ്രേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന ഡബിൾ ബ്രാക്കറ്റ് അതിനകത്ത് കൊടുക്കുക. അതാണ് പോയിസൺ ബ്രാക്കറ്റ് നൊട്ടേഷൻ. സോ ഇനിഷ്യലി യു അണ്ടർസ്റ്റാൻഡ് ദി പോയിസൺ ബ്രാക്കറ്റ് നൊട്ടേഷൻ. ദ ടു ഡൈനാമിക്കൽ വേരിയബിൾസ് ആർ പുട്ട് ഇൻ എ ബ്രേസ് സെപ്പറേറ്റിംഗ് വിത്ത് എ കോമ. ദാറ്റ് ഈസ് പോയിസൺ ബ്രാക്കറ്റ്. ആൻഡ് ഇറ്റ് ഈസ് ഡിഫൈൻഡ്. വാട്ട് ഇസ് ഡെഫിനിഷൻ? Definition is the Poisson bracket f, g equal to sigma dou f by dou qi into dou g by dou pi minus dou f by dou pi into dou g by dou qi. That is the definition, and this you have to by heart. When we apply Poisson bracket in mathematical problems, we have to use this definition.
F comma G, put in a brace, is equal to sigma inside a square bracket, dou F by dou Qi into dou G by dou Pi minus dou F by dou Pi into dou G by dou Qi. The square bracket closed. And what are these terms? You know, find the GR, two dynamic variables, and what are the other quantities? Where ഇവിടെ വരുന്ന QI and PI are generalized coordinates and momenta. That you know, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് generalized coordinate, generalized momenta. The notations are QI and PI respectively. And summation is over all degrees of freedom. അപ്പോൾ എത്ര degrees of freedom ഉണ്ട് അത്രയും വരെ, അതായത് 2n നമുക്കറിയാലോ 2n + k ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, അത്രയും ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൽ ഇത് ആപ്ലിക്കബിൾ ആണ്. പ്രോപ്പർട്ടീസ്. വാട്ട് ആർ ദി പ്രോപ്പർട്ടീസ് ഓഫ് പോയിസൺ ബ്രാക്കറ്റ്സ്? നമ്പർ 1, ആൻറ്റിസിമെട്രി. എഫ് കോമ ജി പോയിസൺ ബ്രാക്കറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് പോയിസൺ ബ്രാക്കറ്റ് ജി കോമ എഫ്. അതായത് നമ്മൾ ഈ ബ്രാക്കറ്റിനകത്ത് ടേംസ് മാറി വന്നാൽ ഉടനെ മൈനസ് ആകും. അതിനെ നമ്മൾ ആൻറ്റിസിമെട്രി എന്ന് പറയും. ഇത് വെക്റ്റേഴ്സിനകത്ത് നമ്മൾ കൊടുക്കുന്നതാണ്. വെക്റ്റേഴ്സിനകത്ത് ഇത്തരം ആൻറ്റിസിമെട്രി നമ്മൾ കാണിക്കാറുണ്ട്. സോ ദ ഫസ്റ്റ് പ്രോപ്പർട്ടി ഈസ് എഫ് കോമ ജി പോയിസൺ ബ്രാക്കറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് പോയിസൺ ബ്രാക്കറ്റ് ജി കോമ എഫ്. നമ്പർ 2, ബൈലീനിയാരിറ്റി. ദാറ്റ് ഈസ് പോയിസൺ ബ്രാക്കറ്റ് എ എഫ് പ്ലസ് ബി ജി കോമ എച്ച്. ബി ജി കോമ എച്ച്. Here there are 3 variables f, g, h is equal to a Poisson bracket f comma h plus b Poisson bracket g comma h, where a and b are constants. Now comes the Jacobi identity. And another important rule is the Jacobi identity, that is Poisson bracket f comma Poisson bracket g comma h is equal to Poisson bracket g comma Poisson bracket h comma f bracket closed again plus Poisson bracket h comma Poisson bracket f comma g brace equal to 0. Now is the Leibniz rule. That is also called the product rule, and that we write the Poisson bracket fg comma h. Fg comma h is equal to f of Poisson bracket g comma h plus Poisson bracket f comma h into g. But these are all certain equations, and they have proof, and the proof of these equations, these properties, we study the next class as problems. അപ്പോൾ ഈ പോയിസൺ ബ്രാക്കറ്റിൻ്റെ പ്രോപ്പർട്ടീസാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. അത് ശരിക്കും ബ്രാക്കറ്റ് നമ്മൾ ബ്രേസ് ഇടാൻ മറന്നു പോരുന്നത്, ഡബിൾ ബ്രാക്കറ്റ്. അതാണ് ഇടേണ്ടത് ബ്രേസ് എന്ന് പറയും, അറിയാമല്ലോ. സിംഗിൾ ബ്രാക്കറ്റിനെ പരന്തസിസ് എന്ന് പറയാം, ഡബിൾ ബ്രാക്കറ്റിനെ ബ്രേസ് എന്ന് പറയാം, അതുപോലെ തന്നെ സ്ക്വയർ ബ്രാക്കറ്റിനെ നമ്മൾ ബ്രാക്കറ്റ് എന്ന് പറയും. അങ്ങനെയുള്ള ഡിഫറെൻറ്റ് നെയിംസ് ഉണ്ട്, അതൊക്കെ ഓർത്തിരിക്കണം. ഇവിടെ ബ്രേസ് എന്ന് പറഞ്ഞാൽ അർത്ഥം ഡബിൾ ബ്രാക്കറ്റ് എന്നാണ്. ഇങ്ങനെ വളച്ചിടുന്ന കേളി ബ്രാക്കറ്റ് എന്ന് പറയും, കേളി ബ്രാക്കറ്റ്. അപ്പോൾ കേളി ബ്രാക്കറ്റിനുള്ളിലാണ് നമ്മൾ പോയിസൺ ബ്രാക്കറ്റ്, ഈ കേളി ബ്രാക്കറ്റാണ് പോയിസൺ ബ്രാക്കറ്റായിട്ട് ഉപയോഗിക്കുന്നത്. അതിനകത്ത് നമ്മൾ ഡൈനാമിക്കൽ വേരിയബിൾ കോമ കൊണ്ട് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കണം. നൗ സിഗ്നിഫിക്കൻസ്. എന്താണ് പോയിസൺ ബ്രാക്കറ്റിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ, അതിൻ്റെ സിഗ്നിഫിക്കൻസ്, അതിൻ്റെ പ്രാധാന്യം എന്തൊക്കെയാണ്? കോൺസ്റ്റൻസ് ഓഫ് മോഷൻ അതിനെക്കുറിച്ച് പറയുന്നതാണ് ഒന്നാമത്തെ സിഗ്നിഫിക്കൻസ്. കോൺസ്റ്റൻസ് ഓഫ് മോഷൻ. If the Poisson bracket of a quantity with the Hamiltonian h is 0, that is f comma h Poisson bracket is 0, then f is a constant of motion. It is a conserved quantity. അതായത് ഈ ഹാമിൽട്ടോണിയനുമായിട്ട് ഒരു വേരിയബിൾ എഫ് പോയിസൺ ബ്രാക്കറ്റ് ഫോം ചെയ്തിട്ട് അത് 0 ആയാൽ അതിനർത്ഥം എഫ് ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്നാണ്. If the Poisson bracket of a quantity with the Hamiltonian h is 0, that is Poisson bracket f comma h is equal to 0, then f is a constant of motion. Constant means a conserved quantity. In a motion, if a quantity is constant, if a quantity remains constant, it is called a conserved quantity. Now, the second property, significance, we write canonical transformations. We have studied canonical transformations in a separate class,
And now we see what is the application of Poisson brackets in canonical transformations. Poisson brackets play a crucial role in determining whether a transformation is canonical or not. ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു ചേഞ്ച്, ഒരു മാറ്റം അത് കാനോനിക്കൽ ആണോ എന്ന് തീരുമാനിക്കുന്ന കാര്യത്തിൽ പോയ്സൺ ബ്രാക്കറ്റിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. പോയ്സൺ ബ്രാക്കറ്റ്സ് പ്ലേ എ ക്രൂഷ്യൽ റോൾ in determining whether a transformation is canonical. A transformation is canonical if the Poisson brackets of the new coordinates and momenta are the same as the fundamental Poisson brackets of the original coordinates and momenta. നിങ്ങൾ ഓർക്കുക, നമ്മൾ കാനോനിക്കൽ ട്രാൻസ്ഫോർമേഷൻ പഠിക്കുമ്പോഴാണ് ഈ QI, PI സ്മോൾ ലെറ്റേഴ്സിൽ എഴുതുന്ന പൊസിഷൻ കോർഡിനേറ്റ്, മൊമെൻറ്റം കോർഡിനേറ്റ്, അതിനെയാണ് നമ്മൾ ഒറിജിനൽ കോർഡിനേറ്റ് എന്ന് പറയുന്നത്. അത് നമ്മൾ കാനോനിക്കൽ ഫോമിലേക്ക് മാറ്റുമ്പോൾ ക്യാപിറ്റൽ QI, ക്യാപിറ്റൽ PI എന്ന് വരും. അപ്പോൾ ഇവ മാറി വന്നാൽ എന്ത് സംഭവിക്കുമെന്നാണ് പറയുന്നത്. എ ട്രാൻസ്ഫോർമേഷൻ ഈസ് കാനോനിക്കൽ ഇഫ് ദി പോയ്സൺ ബ്രാക്കറ്റ്സ് ഓഫ് ദി ന്യൂ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ QI, ക്യാപിറ്റൽ PI എന്ന് പറയുന്നത്. എ ട്രാൻസ്ഫോർമേഷൻ ഈസ് കാനോനിക്കൽ ഇഫ് ദി പോയ്സൺ ബ്രാക്കറ്റ്സ് ഓഫ് ദി ന്യൂ കോർഡിനേറ്റ്സ് ആൻഡ് മൊമെൻറ്റ are the same as the fundamental Poisson brackets of the original coordinates and momenta. അതായത് സ്മോൾ QI, സ്മോൾ PI വെച്ചുള്ള പോയ്സൺ ബ്രാക്കറ്റ് ക്യാപിറ്റൽ QI, ക്യാപിറ്റൽ PI വെച്ചുള്ള പോയ്സൺ ബ്രാക്കറ്റിന് തുല്യമായിട്ട് വന്നാൽ ആ ട്രാൻസ്ഫോർമേഷൻ കാനോനിക്കലായിരിക്കും. അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് സിഗ്നിഫിക്കൻസ്, ബ്രിഡ്ജസ് ബിറ്റ്വീൻ ക്ലാസിക്കൽ ആൻഡ് ക്വാണ്ടം മെക്കാനിക്സ്. ഈ ക്ലാസിക്കലും ക്വാണ്ടം മെക്കാനിക്സുമായിട്ട് ഒരു ബന്ധമുണ്ട്, വളരെ അനുയോജ്യമായ ഒരു അഭിവാജ്യമായ ആ ഒരു ബന്ധമുണ്ട്. അതായത് നമുക്ക് ഈ ക്ലാസിക്കൽ ക്വാണ്ടം ക്വാണ്ടിറ്റി ആയിട്ട് മാറുന്ന ഡയമെൻഷൻ ചെറുതാകുമ്പോഴാണ്. ഇപ്പോൾ ഫുട്ബോൾ, ആപ്പിൾ അല്ലെങ്കിൽ ക്രിക്കറ്റ് ബോൾ ഉള്ള വസ്തുക്കളുടെ മോഷന് നമ്മുടെ ക്ലാസിക്കൽ മെക്കാനിക്സ് ഉപയോഗിക്കുമെങ്കിൽ ഇലക്ട്രോൺ, പ്രോട്ടോൺ പോലെയുള്ള ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസിന് നമ്മൾ പൊതുവെ ക്വാണ്ടം മെക്കാനിക്സാണ് കൊടുക്കുന്നത്. പാർട്ടിക്കിൾ ഡയമെൻഷൻ ചെറുതാകുമ്പോൾ ഈ ക്ലാസിക്കൽ മെക്കാനിക്സ് ക്വാണ്ടം മെക്കാനിക്സായിട്ട് മാറും. അപ്പോൾ ഈ പോയ്സൺ ബ്രാക്കറ്റ് ഈ രണ്ട് മെക്കാനിക്സും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജായിട്ട് വരും. ഇറ്റ് കണക്ട്സ് ബിറ്റ്വീൻ ക്ലാസിക്കൽ ആൻഡ് ക്വാണ്ടം മെക്കാനിക്സ്. പോയ്സൺ ബ്രാക്കറ്റ് കണക്ട്സ് ബിറ്റ്വീൻ ക്ലാസിക്കൽ മെക്കാനിക്സ് ആൻഡ് ക്വാണ്ടം മെക്കാനിക്സ്. യു റൈറ്റ് ആസ് മെക്കാനിക്സ് മുകളിൽ മെക്കാനിക്സും ചേർത്തുകൊള്ളുക. ബ്രിഡ്ജസ് ബിറ്റ്വീൻ ക്ലാസിക്കൽ മെക്കാനിക്സ് ആൻഡ് ക്വാണ്ടം മെക്കാനിക്സ്. സിംപ്ലറ്റിക് ജോമെട്രി മറ്റൊരു ആപ്ലിക്കേഷൻ പോലെ വരുന്നതാണ് സിംപ്ലറ്റിക് ജോമെട്രി. പോയ്സൺ ബ്രാക്കറ്റ്സ് ആർ ഫണ്ടമെൻ്റൽ ഇൻ സിംപ്ലറ്റിക് ജോമെട്രി വിച്ച് പ്രൊവൈഡ്സ് എ ജോമെട്രിക് ഫ്രെയിംവർക്ക് ഫോർ ക്ലാസിക്കൽ മെക്കാനിക്സ്. ക്ലാസിക്കൽ മെക്കാനിക്സിന് ഒരു ജോമെട്രിക് ഫ്രെയിംവർക്ക് ഉണ്ട്, അതിന് സിംപ്ലറ്റിക് ജോമെട്രി എന്ന് പറയും. അവിടെ നമ്മൾ പോയ്സൺ ബ്രാക്കറ്റ് ഉപയോഗിക്കാറുണ്ട്. പോയ്സൺ ബ്രാക്കറ്റ്സ് ആർ ഫണ്ടമെൻ്റൽ ഇൻ സിംപ്ലറ്റിക് ജോമെട്രി വിച്ച് പ്രൊവൈഡ്സ് എ geometric framework for classical mechanics. Now comes another important feature, probability symmetry analysis. Understanding symmetries in physical systems. ഫിസിക്കൽ സിസ്റ്റംസിലെ സിമെട്രി മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഈ പോയ്സൺ ബ്രാക്കറ്റിന് നല്ല ഒരു ആപ്ലിക്കേഷനുണ്ട്. ഇൻ സമ്മറി, പോയ്സൺ ബ്രാക്കറ്റ്സ് are a powerful tool in classical mechanics. ക്ലാസിക്കൽ മെക്കാനിക്സിലെ ഒരു പ്രധാനപ്പെട്ട ഉപകരണം എന്ന് വേണമെങ്കിൽ പറയാം, ഒരു ടൂളാണ്, ഒരു ആപ്ലിക്കേഷനാണ് ഈ പോയ്സൺ ബ്രാക്കറ്റ്. In summary, Poisson brackets are a powerful tool in classical mechanics, providing insight into the structure of Hamiltonian systems, conservation laws, canonical transformations, and the connection to quantum mechanics. അതായത് ഹാമിൽട്ടോണിയൻ സിസ്റ്റംസ്, കൺസർവേഷൻ ലോസ്, കാനോനിക്കൽ ട്രാൻസ്ഫോർമേഷൻസ് ഇവയൊക്കെയായിട്ട് ബന്ധപ്പെട്ടതാണ് പോയ്സൺ ബ്രാക്കറ്റ്. ഇവയെല്ലാം എങ്ങനെ ഈ ക്വാണ്ടം മെക്കാനിക്സുമായിട്ട് റിലേറ്റ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ പോയ്സൺ ബ്രാക്കറ്റിന് വലിയ ഒരു റോൾ ഉണ്ട്.
ഇനി അടുത്തത് ഇതുമായിട്ട് ബന്ധമില്ലാത്തൊരു കാര്യമാണ് ഈ ലൈ ആൾജിബ്ര എന്താണെന്ന് ഒരു സൂചന തരികയാണ്. ലൈ ആൾജിബ്ര നമ്മൾ തുടക്കത്തിൽ ബിഗിനിങ്ങിൽ ലൈ ആൾജിബ്ര എന്താണെന്നൊരു പോയിന്റ് കൊടുത്തിരുന്നത്. അതായത് ഈ പ്രത്യേക റൂൾസ് ആവശ്യമുള്ള ഒരു തരം ആൾജിബ്രയെ ലൈ ആൾജിബ്ര എന്ന് പറയും. അതെന്താണെന്ന് ഇവിടെ ഒന്ന് പറയുകയല്ല ഒരു സെൻറ്റൻസിലൂടെ. ഇൻ മാത്തമാറ്റിക്സ് എ ലൈ ആൾജിബ്ര ഈസ് എ വെക്ടർ സ്പേസ് ടുഗദർ വിത്ത് ആൻ ഓപ്പറേഷൻ കോൾഡ് ദ ലൈ ബ്രാക്കറ്റ്. അപ്പോൾ ഈ വെക്ടറിനകത്തൊക്കെ പ്രത്യേക റൂളാണല്ലോ. അതുപോലെ ഈ വെക്ടർ സ്പേസിലുള്ള ഒരു പ്രത്യേക മാത്തമാറ്റിക്സ് ആണ് ഈ ലൈ ബ്രാക്കറ്റ് എന്ന് പറയുന്നത്. ആൻ ആൾട്ടർനേറ്റിംഗ് ബൈലീനിയർ മാപ്പ് എന്നും പറയും. ദാറ്റ് സാറ്റിസ്ഫൈസ് ജക്കോബി ഐഡൻറ്റിറ്റി. അപ്പോൾ ജക്കോബി ഐഡൻറ്റിറ്റി അനുസരിക്കുന്ന പ്രത്യേകം ഒരു ടേമാണ് ലൈ ബ്രാക്കറ്റ്. അവിടെ പ്രത്യേക റൂളാണുള്ളത്. ഓർഡിനറി ആൾജിബ്രയുടെ റൂള് അവിടെ ബാധകമല്ല. In other words, a Lie algebra is an algebra over a field for which the multiplication operation is alienating. ഈ മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷനൊക്കെ നമ്മൾ ഓൾട്ടർനേറ്റിംഗ് ആണ്. മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻ ഈസ് ഓൾട്ടർനേറ്റിംഗ്. അത് മാറിക്കൊണ്ടിരിക്കും. നമ്മൾ നേരത്തെ ഫണ്ടമെൻ്റലായിട്ട് പഠിച്ച ആ ഓപ്പറേഷൻ പോലെ അല്ല ഇവിടെ. ആൻഡ് സാറ്റിസ്ഫൈസ് ജക്കോബി ഐഡൻറ്റിറ്റി. അപ്പോൾ ജാക്കോബി ഐഡൻറ്റിറ്റി സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ നമ്മുടെ ഈ മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷനൊക്കെ അല്പം വ്യത്യാസം വരും. അതാണ് ലൈ ആൾജിബ്ര എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും പഠിച്ചിരുന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഇതാണ്. ഡിഫൈൻ പോയ്സൺ ബ്രാക്കറ്റ് ആൻഡ് മെൻഷൻ ദെയർ പ്രോപ്പർട്ടീസ്. ഡിഫൈൻ പോയ്സൺ ബ്രാക്കറ്റ് ആൻഡ് മെൻഷൻ ദെയർ പ്രോപ്പർട്ടീസ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി സിഗ്നിഫിക്കൻസ് ഓഫ് പോയ്സൺ ബ്രാക്കറ്റ്. ഈ പോയ്സൺ ബ്രാക്കറ്റിൻ്റെ പ്രാധാന്യം എന്താണ്? അത് നമ്മളൊരു 3-4 ഹെഡിങ്ങിൽ കൊടുത്തിട്ടുണ്ട്. വായിച്ച് എഴുതി പഠിക്കുക. ദാറ്റ് ഈസ് ഓൾ വിത്ത് യുവർ class on Poisson bracket. Thank you very much. In the next class we will do some problems relating Poisson bracket. Thank you very much.